63ാമത് സ്കൂൾ കലോത്സവത്തിന്റെ കലവറയൊരുക്കൽ അവസാന ഘട്ടത്തിൽ. നാളെ വൈകിട്ട് കുട്ടികൾ ശേഖരിച്ച ഭക്ഷ്യവസ്തുക്കൾ പുത്തരിക്കണ്ടത്തെ ഭക്ഷണശാലയിൽ സംഭരിക്കും. 3-ാം തീയതി പാലുകാച്ചൽ ചടങ്ങോടെ കലവറ പ്രവർത്തനം ആരംഭിക്കും. സ്കൂൾ കലോത്സവത്തിൽ കുട്ടികളുടെ കലാപ്രകടനം പോലെ പ്രാധാന്യമുള്ളതാണ് കലവറയ്ക്കും. അതുകൊണ്ട് തന്നെ മികച്ച രീതിയിൽ ഭക്ഷണശാല സജ്ജമാക്കുന്നതിന്റെ തിരക്കിലാണ് 63ാമത് സ്കൂൾ കലോത്സവത്തിന്റെ ഫുഡ് കമ്മിറ്റി. മന്ത്രി വി ശിവൻകുട്ടി നേരിട്ടെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി. ഇവിടെ ഒരേ സമയം 4000-ഓളം വരുന്ന വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കഴിക്കുന്നതിനുള്ള സൗകര്യം, പരിപാടികൾ അവതരിപ്പിക്കുന്നതിനുള്ള സൗകര്യം, റെസ്റ്റ് റൂം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. നാളെ വൈകിട്ട് കുട്ടികൾ ശേഖരിച്ച ഭക്ഷ്യവസ്തുക്കൾ പുത്തരിക്കണ്ടത്തെ ഭക്ഷണശാലയിലെത്തും. 3-ാം തീയതി പാലുകാച്ചൽ ചടങ്ങോടെ കലവറ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഫുഡ് കമ്മിറ്റി ചെയർമാൻ കടകംപള്ളി സുരേന്ദ്രൻ MLA വ്യക്തമാക്കി. ഏതാണ്ട് ഒരു 15,000 സ്റ്റുഡൻസും അനുബന്ധമായിട്ട് ഒരു 5,000 പേരും, അങ്ങനെ ഒരു 20,000 ആളുകൾക്കുള്ള ഭക്ഷണം ഒരു ദിവസം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും വിതരണം ചെയ്യുക എന്ന വളരെ വലിയൊരു ഉത്തരവാദിത്വമാണ് യഥാർത്ഥത്തിൽ ഫുഡ് കമ്മിറ്റിയുടെ മേലുള്ളത്. 3-ാം തീയതി വൈകിട്ടോടെ ഭക്ഷണശാലയിൽ ഭക്ഷണ വിതരണം ആരംഭിക്കും. പുത്തരിക്കണ്ടം മൈതാനത്തെ പാർക്കിംഗ് പ്രതിസന്ധിയിൽ ബദൽ സംവിധാനമൊരുക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.